കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡോക്ടർ എന്നോട് ഒരു പെറ്റ് CT സ്കാൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷെ ഇതുവരെ എനിക്ക് അതിന് തയ്യാറാകാൻ കഴിഞ്ഞില്ല. പലതരം ചിന്തകൾ എന്നെ അലട്ടാൻ തുടങ്ങി. എനിക്കൊരു പ്രത്യേകതരം അസ്വസ്ഥത തോന്നി. മുൻപും എനിക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് വ്യത്യസ്തമാണ്. സ്കാനിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു, പക്ഷെ സ്കാൻ റൂമിന്റെ വാതിക്കലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറുന്നു. വളരെ തണുപ്പും വൃത്തിയുമുള്ള മുറി. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെയുണ്ട്. മെഷീൻ അതാണ്, സ്കാനർ. എവിടെ നോക്കണം, എന്ത് ചെയ്യണം എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഇടുങ്ങിയ തുരങ്കം കാരണം എൻ്റെ നെഞ്ചിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ഭയവും ശ്വാസം മുട്ടലും അനുഭവപ്പെടുന്നു. ഹായ്, എങ്ങനെയുണ്ട്? എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലുള്ള ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് വളരെ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ നടപടിക്രമങ്ങളും അറിയില്ല. എനിക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. എനിക്ക് മനസ്സിലായി. സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് പലർക്കും ഈ അസ്വസ്ഥത അനുഭവപ്പെടാറുണ്ട്. വിശ്വസിക്കൂ, ഇക്കാലത്ത് സാങ്കേതികവിദ്യ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് ഈ മെഷീനുകൾ മുഴുവൻ പ്രക്രിയയും വളരെ സുഗമവും എളുപ്പവും സുഖകരവുമാക്കുന്നു. വരൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ ശരീരത്തിൽ എന്തെങ്കിലും ഇംപ്ലാന്റുകളോ ഉണ്ടോ? ഇല്ല, എനിക്ക് അലർജിയോ മെറ്റൽ ഇംപ്ലാന്റുകളോ ഇല്ല. എന്നാൽ മെറ്റൽ ഇംപ്ലാന്റുകളുള്ള രോഗികൾക്ക് സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇന്ന് പ്രായം, വലുപ്പം, വ്യത്യസ്ത രോഗാവസ്ഥകൾ, മെറ്റൽ ഇംപ്ലാന്റുകൾ എന്നിവ കണക്കിലെടുക്കാതെ എല്ലാതരം രോഗികളെയും സ്കാൻ ചെയ്യാൻ സാങ്കേതികവിദ്യ സാധ്യമാക്കിയിരിക്കുന്നു. സ്കാനിങ്ങിന് മുമ്പ് രോഗികൾ ഈ വിവരങ്ങളെല്ലാം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഇന്നത്തെ പെറ്റ് സ്കാൻ സ്കാനറുകൾ മുൻകാല സ്കാനറുകളേക്കാൾ വേഗതയുള്ളത് മാത്രമല്ല, കൃത്യതയുള്ളതുമാണ്. ഓക്കെ, ഓരോ സ്കാനിങ്ങിന് മുമ്പ് എന്തെങ്കിലും മരുന്നോ രാസവസ്തുക്കളോ കുത്തിവെക്കേണ്ടതുണ്ടോ? ചില ടെസ്റ്റുകളിൽ ചില അവയവങ്ങൾ, രക്തക്കുഴലുകൾ അല്ലെങ്കിൽ കലകൾ എന്നിവ വ്യക്തമായി കാണുവാൻ കോൺട്രാസ്റ്റ് മീഡിയ ഉപയോഗിക്കുന്നു. അതുവഴി ഡോക്ടർമാർക്ക് സാധാരണവും അസാധാരണവുമായ അവസ്ഥകൾ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. എന്നാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ കുറഞ്ഞ അളവിൽ കോൺട്രാസ്റ്റ് മീഡിയയും റേഡിയേഷനും ഉറപ്പാക്കുന്നു. അദ്ദേഹത്തിന്റെ സംസാര രീതിയും സാങ്കേതിക വിദ്യയിലുമുള്ള വിശ്വാസം കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തോന്നിയത്. ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. ഒരു പരമ്പരാഗത സ്കാനറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിഗത സ്കാനുകൾ ഉയർന്ന കൃത്യത വാഗ്ദാനം ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സ്കാനുകളിൽ നിന്ന് വ്യത്യസ്തമായി രോഗി കിടക്കുന്ന ടേബിൾ തുടർച്ചയായി ചലിപ്പിച്ചുകൊണ്ട് ചിത്രങ്ങൾ ലഭിക്കാൻ പുതിയ സാങ്കേതികവിദ്യ അനുവദിക്കുന്നു. വിഷമിക്കേണ്ട, മെഷീനിന്റെ മെച്ചപ്പെട്ട വേഗത സ്കാൻ സമയം കുറയ്ക്കും. അതിനാൽ നിങ്ങൾക്ക് ഇവിടെ അധികം നേരം ചിലവഴിക്കേണ്ടി വരില്ല. ഏറ്റവും നല്ല കാര്യം, വേഗത കൂടിയാലും സ്കാനറുകൾ സ്ഥിരമായി ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്നു എന്നതാണ്. ഇപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സുഖം തോന്നി. അകത്തെ ഡിസൈൻ എനിക്ക് കുടുങ്ങിപ്പോയതായി തോന്നാത്ത വിധത്തിലായിരുന്നു. മൃദുവായ വെളിച്ചം ഒരു തുരങ്കം പോലെയുള്ള ഒരു തോന്നൽ നൽകിയില്ല. അങ്ങനെ തന്നെ കിടന്നോളൂ, കുറച്ച് സമയം കൂടി എടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഇപ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നു. കൂടാതെ ടെക്നീഷ്യൻ എന്നോട് ഇടയ്ക്കിടെ ചോദിച്ചിരുന്നു സുഖമാണോ എന്ന്. കണ്ടോ, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നന്നായി കഴിഞ്ഞില്ലേ? രോഗി ശാന്തനാണെങ്കിൽ സാങ്കേതികവിദ്യ മികച്ചതും ഉയർന്ന നിലവാരമുള്ളതുമായ ഇമേജിംഗ് നൽകുന്നു. ഇത് ഡോക്ടറെ ശരിയായ രോഗനിർണയം നടത്താൻ സഹായിക്കുന്നു. ഐ തിങ്ക് ഏറ്റവും ചാലഞ്ചിങ് കാര്യം ഈ റൂമിലോട്ട് എൻ്റർ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഞാൻ സെറ്റിലായി എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അത് വളരെ സ്മൂത്തും ഈസിയുമായിരുന്നു. അവസാനം മനസ്സിലായത് ഇതത്ര പേടിക്കാനൊന്നും ഇല്ലായിരുന്നു എന്നാ. വരൂ. ഇത്ര പെട്ടെന്നെല്ലാം കഴിഞ്ഞുവെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും ആയിരുന്നില്ല അത്. വളരെ ബുദ്ധിമുട്ടായ എന്തോ ഒന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഒടുവിലെല്ലാം വേഗത്തിലും എളുപ്പത്തിലും നടന്നു. എന്റെ ഭയത്തെ നേരിടാൻ കഴിഞ്ഞതിൽ എനിക്ക് സംതൃപ്തി തോന്നി.
എന്താണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയണമായിരുന്നു. കാരണം അറിവ് ആശ്വാസമാണ്.